ഏറ്റുമാനൂർ തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് മരിച്ചു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ തട്ടുകടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. ഇതിലിടപെടുമ്പോഴാണ് അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെ അടിച്ചു വീഴ്ത്തിയത്. അടിയേറ്റ് നിലത്ത് വീണ ശ്യാമിന്റെ നെഞ്ചിൽ പലതവണ ചവിട്ടി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ശ്യാമിന്റെ വാരിയല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി. ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. റൌഡി ലിസ്റ്റിലുള്ള ജിബിനെതിരെ 7ഓളം കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർക്കിടയിലെ കൊട്ടേഷൻ ഏറ്റെടുത്താണ് ജിബിൻ സ്ഥലത്തെത്തിയതെന്ന് മൊഴിയുണ്ട്. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂസലില്ലാതെയായിരുന്നു പോലീസിനോട് ജിബിൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. ശ്യാം പ്രസാദിന്റെ മൃതദേഹം പോലീസ് ക്ലബ്ബിലും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മാഞ്ഞൂർ സ്വദേശിയായ ശ്യാം പ്രസാദ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. മഞ്ചേരി എളങ്കൂറിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും പ്രബിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതി പ്രബിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പുറമേക്ക് മാന്യനായിരുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന പ്രബിന്റെ മറ്റൊരു മുഖമാണ് വിഷ്ണുജയുടെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിഷ്ണുജയെ പ്രബിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്നുപോലും പ്രബിൻ നിരീക്ഷിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു. വിഷ്ണുജയുടെ സുഹൃത്ത് തുറന്നു പറയുന്നു. അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പോലീസിന്റെ അന്വേഷണം. പ്രബിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും. ന്യൂസ് 18, മലപ്പുറം. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം ആരംഭിച്ചു. മിഹിറിന്റെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെയിംസ് മോഡേൺ അക്കാദമി സ്കൂൾ അധികൃതരും തെളിവെടുപ്പിൽ ഹാജരായി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് പുറമെ മിഹിർ അഹമ്മദ് മുൻപ് പഠിച്ച കാക്കനാട് ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ അധികൃതരോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. മിഹിറിന്റെ മാതാപിതാക്കളും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. സ്കൂളുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ സർക്കാരിന്റെ NOC ആവശ്യപ്പെട്ടെങ്കിലും സ്കൂൾ അധികൃതർക്ക് ഇത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പല ചോദ്യങ്ങളോടും ഇവർ കൃത്യമായല്ല പ്രതികരിച്ചതെന്നും S. ഷാനവാസ് പറഞ്ഞു. ഈ 2 സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ NOCയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ അവർ എന്തെങ്കിലും NOC ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്നോ പറയുകയുണ്ടായിട്ടില്ല. അനുവദിച്ച സമയത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നടപടിയുണ്ടാകും. 3 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ശുപാർശ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും ഡയറക്ടർക്ക് കൈമാറും. മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസുമായി ഉണ്ടായ പ്രശ്നമാണ് മിഹിർ സ്കൂൾ വിടാൻ കാരണമായതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ന്യൂസ് 18, കൊച്ചി.